ആത്മയിലേക്ക് എത്തിയ യാത്ര പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാലം മുതൽ വളരെ കുട്ടിയായിരിക്കുന്ന കാലം മുതലൊരു ആഗ്രഹം എന്ന് പറയുന്നത് ചിത്രകാരനാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതായിരുന്നു. അതിനിടയ്ക്ക് സിനിമ സ്വപ്നമായിട്ട് വന്നു. അങ്ങനെ പല പല കാര്യങ്ങളും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചിത്രകാരനാകാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്നല്ലാതെ അതിന് കൃത്യമായിട്ട് ഗൈഡൻസ് ഒന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. അതായത് ഒരു ഫൈൻ ആർട്സ് കോളേജിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനോ ആ രീതിയിലുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് മടപ്പള്ളി കോളേജിലാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ മാഹി കലാഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു കലാഗ്രാമമുണ്ട്. നമ്മുടെ ചിത്രകാരൻ MB ദേവൻ അവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ. അപ്പോൾ അവിടെ പോകും. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ആൾക്കാർ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്കൊക്കെ പോകുന്ന പോലെ, കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന പോലെ പോയിക്കൊണ്ടിരുന്നത് മാഹിയിലേക്കാണ്. മാഹി കലാഗ്രാമത്തിൽ അവിടെ ഒരുപാട് ശില്പങ്ങളും ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ക്യാമ്പുകൾ നടക്കുന്നുണ്ടാവും. ആ സമയത്തൊക്കെ അവിടെ അങ്ങനെ പോവും, ആരോട് സംസാരിക്കുക. ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ ഇൻവെർട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പോയി കാണും, ഈ ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ കാണും. ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും മാഹി കലാഗ്രാമത്തിൽ പോകും. അപ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ചിത്രകാരന്മാരായിട്ട് നേരിട്ട് പരിചയത്തിൽ ഉള്ള ആളുകളെന്ന് പറയുന്നത് പൂക്കാട് കലാലയമായിട്ട് ബന്ധപ്പെട്ട് കലാലയത്തിൽ ഉണ്ടായിരുന്ന അധ്യാപകരായിട്ടുള്ള ആൾക്കാരുണ്ട്. സുരേഷ് ഉണ്ണി മാഷ്, അതുപോലെ ശശികോട്ട്, നമ്മളെ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പം മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. അവിടെ പോയിരിക്കും. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് പുള്ളി വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കി, സംസാരമൊക്കെ കുറവായിരുന്നു, പോയിരിക്കും. കൂടുതലും പോയിരുന്ന് ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കണ്ടിരിക്കും. രാവിലെ പോവും, അവിടെ പോയിരുന്നിട്ട് പുള്ളി വരയ്ക്കുന്നതൊക്കെ കണ്ടിരിക്കും, തിരിച്ച് വൈകിട്ട് വീട്ടിലേക്ക് പോകും. ഇത് കുറേ കാലത്തേക്ക് ഇതൊരു റുട്ടീനായിരുന്നു. തീർച്ചയായിട്ടും വരയ്ക്കുന്നത് പോയി കാണുക, തിരിച്ചു പോരുക. അതുപോലെ തന്നെ മടപ്പള്ളി കോളേജ് പഠിക്കുന്ന സമയത്തായാലും മധു മടപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ സ്റ്റുഡിയോ കോളേജിനടുത്തായിരുന്നു. കോളേജിനടുത്ത് പറയുമ്പോൾ 1.5 കിലോമീറ്റർ പുറത്ത് നാദാപുർ റോഡ്. അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. മധുവേട്ടൻ ഉണ്ടാവും. ഇവരൊക്കെ വരയ്ക്കുന്നത് പോയി നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആണോ എല്ലാം ആ സമയത്തുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ സംഭവമായിരുന്നു. അതുമുതലേ ഈ വരയ്ക്കാന്നുള്ള ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മെല്ലെ പോർട്രേറ്റുകളൊക്കെ വരച്ചു തുടങ്ങി. കാരണം ഇവരൊക്കെ വരയ്ക്കുന്നതൊക്കെ കണ്ടു കാണുന്നതൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴായാലും കോൺഫിഡൻസിൻ്റെ മുകളിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അന്ന് തോന്നിയ കോൺഫിഡൻസിൻ്റെ മുകളിൽ പോർട്രേറ്റ് വരച്ചു. ആൾക്കാരോട് മരിച്ച ആൾക്കാരുടെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓയിൽ പെയിൻ്റാണ് നേരെ കയറി ചെയ്തു തുടങ്ങിയത്. ഇപ്പോഴും ഒരു കോൺഫിഡൻസുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ഓയിൽ പെയിൻ്റാണ്. അപ്പോൾ അന്ന് ഈ പെയിൻ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. ഇപ്പം ഭക്ഷണമൊക്കെ ഒഴിവാക്കിയാലും ഇതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. ഓയിൽ സ്കെച്ചിങ് പേപ്പറും ക്യാൻവാസൊക്കെ വാങ്ങിച്ച് വർഷം പെയിൻ്റൊക്കെ ആയിട്ട് ഈ പോർട്രേറ്റ് വരച്ചു കൊടുക്കും. അന്നത്തെ ഒരു വരുമാന മാർഗ്ഗം കൂടെ ആയിട്ട് അത് മെല്ലെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ഡിസൈനിങ്ങിലേക്കാണ് പിന്നെ പഠിക്കാൻ വേണ്ടി നോക്കിയിട്ട്. അതിന് മുമ്പ് KGCയുടെ ഒരു കോഴ്സ് യൂണിവേഴ്സൽ ആർട്സിൽ ചേർന്നു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 മാസം കൊണ്ട് തന്നെ നമ്മളത് ഡ്രോപ്പ് ഔട്ടായി. പിന്നെ ചുമരെഴുത്തും പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു. അതായത് ചുമരിൽ എഴുതാൻ പോകുന്ന പരസ്യം എഴുതുന്നുണ്ടല്ലോ, ചുമരെഴുത്തായിരുന്നു പരിപാടി. കുറേ കാലം കുറേ പേരുടെ കൂടെ അന്ന് പോയിട്ടുണ്ട്. അന്ന് ഷാജിയേട്ടൻ, കുറേ പേര്, നേരത്തെ പറഞ്ഞ ശശിയേട്ടൻ, അങ്ങനെ കുറേ പേരുടെ കൂടെ ചുമരെഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്, പരസ്യം എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു ഇതുപോലൊരു ചുമര എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ഫ്ലെക്സ്, VNM ഗോൾഡിൻ്റെ ഒരു ഫ്ലെക്സ് അവിടെ, എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇവർ വരുന്നു, ഫ്ലെക്സ് പെട്ടെന്ന് തൂക്കുന്നു, അവരെ പരിപാടി കഴിഞ്ഞ് പോകുന്നു ഭയങ്കര ഫാസ്റ്റായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ VNM ഗോൾഡിൻ്റെ പരസ്യമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിൽ ഒരു കാര്യം വന്നു. ഇനി ചുമരിൻ്റെ മുകളിൽ വരയ്ക്കുന്ന പരിപാടി ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്ന് തോന്നില്ല. കാരണം അതിന് പഠിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ല. ടെക്നോളജി മാറി, ഇനി ഫ്ലെക്സ് പ്രിൻറ്റിങ്ങിലേക്ക് പോവുകയാണ്. വലിയ ഹോർഡിങ്ങൊക്കെ ഇതിലേക്ക് മാറുന്നുള്ള ഏതാണ്ട് ഒരു ഉറപ്പായി. അങ്ങനെയാണ് ഇതെങ്ങനെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഫോട്ടോഷോപ്പ് പഠിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അത് സ്കൂളിലൊന്നും കമ്പ്യൂട്ടർ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആകെ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവുക STD ബൂത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് എന്നുള്ള ബോർഡ് ഉണ്ടാവും. ഇതാണ് നമുക്കുള്ള കമ്പ്യൂട്ടർ പരിചയം. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഒരു കോഴിക്കോട് മാവൂർ റോഡിലൊരു സ്ഥലത്താണ് പോയി ചേർന്നത്. അവിടെ ചെന്നപ്പോൾ അവർ നമ്മൾ അതിനെപ്പറ്റൊന്നും അറിയില്ല, ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. നേരെ അവർ പോയി ചേർത്തത് 3D Max പഠിക്കാനാണ്.
3D ആനിമേഷൻ. അന്നേരം 3D ആനിമേഷൻ പഠിക്കുന്നു. 3D ആനിമേഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിത് വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അവിടുന്ന് ഒരു മണിക്കൂർ കോഴ്സ് കിട്ടും, അത് കഴിഞ്ഞ് ഇറങ്ങുന്നു. അതും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഏതാണ്ട് ഒറ്റ മാസം കൊണ്ട് ആദ്യത്തെ മാസത്തെ ഫീസും കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചു. പിന്നീട് ഒരു പുസ്തക വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നീങ്ങിയത്. കുറേ സ്ട്രീറ്റിൽ പുസ്തകം വിൽക്കാൻ പോവുക. ആ സമയത്താണ് കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റിയത്. ഒരുപാട് സ്ഥലങ്ങൾ കുറ്റ്യാടി, കൊയിലാണ്ടി, വടകര ഭാഗത്തൊക്കെ പുസ്തകം വിറ്റ് നടന്നിട്ടുണ്ട്. ആ പോകുന്നതിനിടയ്ക്കാണ് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പുസ്തകം വിൽക്കാൻ കയറുന്നത്. അവിടെ നിന്നാണ് വീണ്ടും നമ്മളെ ഈ കമ്പ്യൂട്ടർ കാണുന്നത് വീണ്ടും. അപ്പോൾ അവിടെ ഫോട്ടോഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും സുരേഷ് മാഷ പരിചയപ്പെടുന്നത്. സുരേഷ് ഉണ്ണി മാഷാണ് ഡിജിറ്റൽ പെയിൻറ്റിംഗ് എന്നുള്ളൊരു സംഭവം കാണിച്ചു തരുന്നത്. സുരേഷ് ഉണ്ണി മാഷാണ്. അതായത് പുള്ളി വരച്ചൊരു ചിത്രം കാണിച്ചത് ഒരു മരത്തിൻ്റെ ചിത്രമായിരുന്നു. അത് ഡിജിറ്റൽ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചിത്രം വരയ്ക്കുന്ന പരിപാടി കമ്പ്യൂട്ടറിൽ ചെയ്യാമല്ലോ. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു ആ സമയത്ത്, ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അത് കണ്ടതോടുകൂടി അന്ന് എൻ്റെ സുഹൃത്തായിട്ട് ഒരു റാഷിദുണ്ട്, മുഹമ്മദ് റാഷിക്ക എന്ന് വിളിക്കും. അപ്പോൾ പുള്ളി അവിടുന്ന് ഒരു വർക്ക് എടുത്തു, ഒരു ഫോട്ടോ റീടച്ച് ചെയ്യാനുള്ള ഒരു വർക്ക് എടുത്തു. ഞാനും റാഷിക്കായിട്ട് ഈ പുസ്തകത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഈ സ്ഥലത്തെത്തുന്നത്. അങ്ങനെ റാഷിക്കാണ് ആദ്യമായിട്ട് 2 ടൂൾസ് കാണിച്ചു തരുന്നത്. ഏത് ഒരു ഐ ടോപ്പർ ടൂളും ഒരു കളറ് പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷും. അത് രണ്ടും കാണിച്ചു തന്നു. പുള്ളി അവിടുന്ന് ഒരു ഫോട്ടോ റീടച്ച് ചെയ്ത് കൊടുക്കാനുള്ള വർക്ക് എടുത്തു. അവിടെ ഇരുന്നിട്ട് ആ ഫോട്ടോ റീടച്ച് ചെയ്താണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്തൊരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഫോട്ടോ റീടച്ചിങ് എന്നുള്ളൊരു സംഭവത്തിലേക്ക്, അതായത് വരച്ച് കൊടുക്കുന്നതെന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരിടത്തിലേക്ക് നീങ്ങും. കുറേ കാലം അതുമായിട്ട് നടന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കഫേസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇൻ്റർനെറ്റ് കഫേയിൽ പോകുന്നു, അവിടെ ഫോട്ടോഷോപ്പിലുള്ള കമ്പ്യൂട്ടർ ഏതാണെന്ന് നോക്കുന്നു. അവിടെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഫോട്ടോഷോപ്പ് പഠിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി. ഫോട്ടോഷോപ്പ് പോയി പഠിക്കുക. ഇൻ്റർനെറ്റ് കഫേയിൽ 25 രൂപ മറ്റാണ് ഒരു മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയിട്ട്. 25 രൂപ കൊടുത്തിട്ട്, കാരണം ഇത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള ധാരണയെ പറ്റിയൊന്നും അറിയില്ല. യൂട്യൂബ് ഇതൊന്നും അത്ര പോപ്പുലറല്ല ആ സമയത്ത്. നമുക്കൊരു കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമുക്ക് കയറിയിട്ട് ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഏത് സോഫ്റ്റ്വെയറും എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് നോക്കുന്നു. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയൊന്നും അറിയില്ലല്ലോ. കമ്പ്യൂട്ടറിൽ കഫേ കയറിയിട്ട് ആദ്യം ചോദിക്കാതാണ് ഏത് കമ്പ്യൂട്ടറിലാണ് ഫോട്ടോഷോപ്പുള്ളതെന്ന്. ഒന്ന് കയറിയിരിക്കുന്നു. അവിടുന്ന് ഓരോ ടൂൾസും എടുത്തിട്ട് ചെയ്ത് നോക്കായിരുന്നു ചെയ്യാം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗ്രാഫിക് ഡിസൈനർ ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കാണുന്നു പത്രത്തിൽ. ഒരു ഗ്രാഫിക് ഡിസൈനർ ഒഴിവുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആരോ സന്ദീപോ അങ്ങനെ ആരോടാണ് ചോദിക്കുന്നത്, ഈ ഗ്രാഫിക് ഡിസൈനർ എന്ന പരിപാടി ഞാൻ ചെയ്യുന്ന പരിപാടി തന്നെയാണോ? ആ സമയത്ത് ഉത്സവത്തിൻ്റെ പോസ്റ്ററൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കോയിൽക്കാവ് അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പോസ്റ്റർ, അങ്ങനെ കുറേ പോസ്റ്ററുകളൊക്കെ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ഈ പഠിച്ചെടുത്ത സാധനങ്ങൾ വെച്ചിട്ട്. അങ്ങനെയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടെന്ന് കൊണ്ട് നേരെ ഒരു ജോലിക്കായിട്ട് പോയി ചേരുന്നു. കോഴിക്കോട് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ്. അതായത് PK ഗിരീഷ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ ഷോപ്പാണ്. ഒരു DTP സെൻ്ററാണ്. അവിടെയാണ് ഡിസൈനറായിട്ട് ആദ്യമായിട്ട് കയറുന്നത്. അവിടെ നിന്നാണ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ക്യാമറ ഉണ്ടായിരുന്നു, അതുമായിട്ട് കറങ്ങും. ശനിയും ഞായറും ഈ ഞായറാഴ്ചകളിൽ ഫോട്ടോ എടുപ്പായിരുന്നു പരിപാടി. അതുമായിട്ട് കുറേ കറങ്ങി തിരിഞ്ഞ് ഫോട്ടോസ് എടുക്കുമായിരുന്നു. അത് കോയിൽക്കാവ് അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പരിസരം, അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് കറങ്ങിയിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോഗ്രാഫി ഏതാണ്ടൊരു ചെയ്തു തുടങ്ങിയത് ആ സമയത്ത്. അങ്ങനെ ഈ ഡ്രീംസിൽ അവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ സാലറി 2000 രൂപയാണെന്നാണ് ഓർമ്മ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ലേഡി അവിടെ വന്നു. ആളുടെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഈ സ്വന്തമായിട്ട് പഠിച്ചതാണല്ലോ, അപ്പോൾ അതിൻ്റേതായ തപ്പലുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പോൾ പുള്ളി അവിടുത്തെ ഈ ഓണറോട് സംസാരിക്കുന്നത് കേട്ടു. ഈ ലേഡി ആ ഓണറായിട്ട് സംസാരിക്കുന്നത് കേട്ടു. ഈ ശരിക്കും പഠിക്കാത്ത ആൾക്കാരൊക്കെയാണോ ജോലിക്ക് വെച്ചെന്ന രീതിയിലൊരു സംഭവം കേട്ടു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു തോന്നലുണ്ടായി, പഠിക്കണമല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പഠിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമല്ലോ, ആ ഒരു തോന്നലൊക്കെ വന്നു. അങ്ങനെ എവിടെ പഠിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെ തിരയാൻ തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആൾ അവിടെ വരികയും, അപ്പോൾ ഡിസൈനിങ് ഒക്കെ കണ്ടിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, സിനിമയിൽ നോക്കിയാൽ നല്ലതാണ്, സിനിമ പോസ്റ്ററൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരാളുടെ നമ്പർ തന്നു. ആ നമ്പർ റഹ്മാൻ ഡിസൈൻ, ഇപ്പം നല്ലൊരു ആർട്ടിസ്റ്റാണ് റഹ്മാൻ എന്ന് പറഞ്ഞു. പുള്ളി ആ സമയത്ത് ഫിലിം പോസ്റ്ററുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റഹ്മാൻ്റെ നമ്പർ തന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഈ നമ്പർ കയ്യിലുണ്ട്, വിളിച്ചിട്ടില്ല, നമ്പർ കയ്യിലുണ്ട്.
അപ്പോൾ അതിനിടയ്ക്കാണ് സാബു കൊളോണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റർ കാണും. അപ്പോൾ അതിൻ്റെ നമ്പറും കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നി ഞാനൊന്ന് ഈ പുള്ളി പറഞ്ഞല്ലോ സിനിമയിൽ ട്രൈ ചെയ്തോടെയൊക്കെ ചോദിച്ചപ്പോൾ എടുത്ത് വെച്ചാൽ റഹ്മാൻ നമ്പറുണ്ട്. റഹ്മാനെ വിളിച്ചപ്പോൾ അവിടെ ഒഴിവില്ല, ഓൾറെഡി ഡിസൈനേഴ്സ് ഉണ്ട്. പിന്നെ PQRS ഉണ്ട്, RS കിട്ടുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു തോന്നൽ അവിടെ ചോദിച്ചാലോ. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ പഠിക്കാം. അപ്പോൾ നേരെ സാബു കൊളോണിയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഫീസും സംഭവങ്ങളൊക്കെ കേട്ടു. ഫീസ് കേട്ടില്ല, ഫീസ് അന്നേരം കേട്ടുന്നില്ല. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് കൊച്ചിക്ക് പോകുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാലു, പുള്ളിയും ഞാനും കൂടെ കൊച്ചിക്ക് ഇത് അന്വേഷിക്കാൻ പോകും. കൊച്ചിക്ക് അന്വേഷിക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഫീസ് കിട്ടി. 3 മാസത്തേക്ക് 30,000 ആണ് ചൂർ. ഞാനിത് കേട്ട ഉടനെ അങ്ങോട്ടുണ്ട്, കാരണം അഫോർഡബിൾ അല്ലല്ലോ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ എണീറ്റു. പക്ഷേ എൻ്റെ കയ്യിൽ ഫയലുണ്ട് കുറച്ച് ചെയ്ത വർക്കൊക്കെ. പുള്ളി അതൊക്കെ ചോദിച്ചു. അത് കൊടുത്തപ്പോൾ പുള്ളി അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഫീസ് പകുതി അടച്ചാൽ മതി, പകുതി മതി എന്ന് പറഞ്ഞു. ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതായിരിക്കും, പുള്ളി പകുതി ഫീസ് മതി പറഞ്ഞു. അവൻ ആ പകുതി ഫീസിനാണ് സാബു കൊളോണിയയിൽ കോഴ്സിന് ജോയിൻ ചെയ്തു. കുറച്ച് കാലം അവിടെ പഠിച്ചു. ഫലാ സാറാണ്, ഫലാ അലി എന്ന് പറഞ്ഞിട്ട് സിംഗർ കൂടെ ആയിട്ടുള്ളൊരു സാറാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സജീവൻ ശ്രീധർ എന്ന് പറഞ്ഞിട്ട് NS സജീവൻ, എഡോബിൻ്റെ സർട്ടിഫൈഡ് എക്സ്പെർട്ടൊക്കെയാണ്. ഇവർ 2 പേരായിരുന്നു അധ്യാപകർ. അപ്പോൾ അവിടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞു. അവിടെ അവിടെ തന്നെ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കോഴിക്കോടേക്ക് വരുന്നു. കോഴിക്കോട് സാബു കൊളോണി വരുന്നു എന്നുള്ളതിൽ കോഴിക്കോടേക്ക് മാറുന്നു. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്കൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് എടുത്ത് വർക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ കോഴിക്കോട് നിന്ന് എടുക്കും, എറണാകുളത്ത് നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. ആ രീതിയിൽ എറണാകുളം കോഴിക്കോടായിട്ടുള്ളൊരു ട്രാവലായിരുന്നു എല്ലാ ആഴ്ചകളിലും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽഫ ചാനൽ എന്ന് പറഞ്ഞിട്ട്, അതായത് സജീവൻ ശ്രീധരൻ എന്ന് പറഞ്ഞ ആളുടെ ആൽഫ ചാനൽ എന്ന് പറഞ്ഞിട്ട് എഡോബിൻ്റെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ കോഴിക്കോട് വരുന്നു. കോഴിക്കോടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കോൺഫിഡൻസിൻ്റെ മുകളിൽ അത് ഞാൻ കയറിയിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ സംഘടിപ്പിച്ചു. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. നാദ് മീഡിയ എന്നായിരുന്നു പേര്. അപ്പോൾ ഒരു 2-3 ഇൻവെസ്റ്റേഴ്സും നമ്മളും എല്ലാം കൂടെ എൻ്റെ കൂടെ ബാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ട് ഈ ഒരു നാദ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡോബിൻ്റെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ അങ്ങനെ ചെയ്തു. അതിൻ്റെ കൂടെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. അഡോബിൻ്റെ സർട്ടിഫൈഡ് എക്സ്പെർട്ടായി, സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറായി. പിന്നെ കുറേ പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ഒരു 10 വർഷത്തോളം തുറന്നിട്ടുണ്ടായിരുന്നു. മനോരമ, മാതൃഭൂമി, മാധ്യമം, അങ്ങനെ ഒരുവിധ എല്ലാ പത്രങ്ങളിലും ട്രെയിനിങ് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ ചിത്രം വരയ്ക്കാനുള്ള ആഗ്രഹം അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഡിജിറ്റൽ പെയിൻറ്റിങ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകാൻ, ഡിസൈനർ എന്നുള്ള ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഈ പരിപാടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഉള്ളിൽ വലിയ രീതിയിലൊരു സ്വപ്നം കയറി വരും. ആത്മ എന്നുള്ള പേര് തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉരുണ്ട് കയറി വരാൻ തുടങ്ങുന്നുണ്ട്. അതായത് ഒരു ആർട്ട് ഗാലറി, ഒരു ആർട്ടിൻ്റെ സ്പേസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടായിരുന്നു. ഒരു 2-3 വർഷം നമ്മൾ വേറെ പരിപാടിക്കൊന്നും നിൽക്കാതെ ഈ ട്രെയിനിങ് പരിപാടികളും ആയിട്ട് നടന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, വർക്കിൻ്റെ ലഭ്യത ഉണ്ട്, പക്ഷേ കൂലി അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആ റേഷ്യോ വലിയ വ്യത്യാസമുണ്ട്. ഡിമാൻഡ് ഉണ്ട്, എന്നാൽ ഇൻകം കുറവ്. ഈ രീതിയിലുള്ളൊരു സംഭവം മനസ്സിലായി തുടങ്ങുന്നത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ തുടങ്ങിയ സ്ഥാപനമാണ് ആത്മ. 2014 ആത്മ ആരംഭിക്കുന്നത്. 2014 ആത്മ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിസൈനിങ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് പോസ്റ്റേഴ്സ്, ബ്രോഷറുകൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത്, വെബ്സൈറ്റ്, ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു 2014 ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുരിക്കൽ ആംബിയൻ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുള്ളൊരു ഷോറൂമിന് വേണ്ടിയിട്ട് അവരുടെ വോളിലേക്കൊരു ഡിസൈൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് സുനിൽ എന്ന് പറയുന്നത് കുരിക്കൽ HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ്. പുള്ളി എൻ്റെ സുഹൃത്താണ്. പുള്ളി കണ്ടിട്ട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞു, അവിടുത്തെ ഒരു വർക്കുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ വർക്കാണ് ആത്മയുടെ
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ആർട്ട് മേഖലയിലേക്ക് ചെയ്യുന്ന ആദ്യത്തെ വർക്ക്. അതൊരു സ്റ്റോറി വോളാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയി ഈ സൈറ്റ് കാണുകയും ഇവർ സ്റ്റോറിയും കേട്ട സമയത്ത് അതിലൊരു സ്റ്റോറി വോളിൻ്റെ സാധ്യതയാണ് തോന്നുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആത്മേൻ്റെ യാത്ര കൃത്യമായിട്ട് നമുക്കൊരു കറക്റ്റായിട്ടൊരു ഒരു എന്താ പറയുക, ടൈം ലൈനിൽ ഒരു പ്രധാനപ്പെട്ട മാർക്കായിട്ട് പറയാൻ പറ്റുന്ന സാധനം കുരിക്കലുടെ സ്റ്റോറി വോളാണ്. അത് വെച്ചുകൊണ്ടാണ് ആത്മയുടെ യാത്ര ശരിക്കും പറഞ്ഞാൽ തുടങ്ങി.